ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വിശേഷങ്ങളും കഥകളെല്ലാം കേൾക്കാൻ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരാളും കൂടി ഉണ്ട് ഗൈസ്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഡിസ്ക്ലൈമർ ആയിട്ടാണ് പറയുന്നത്. ദയവായിട്ട് കൊച്ചു കുട്ടികളെ ഈ പറയുന്ന വീഡിയോ കാണരുത്. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ കാണരുത്. അതുപോലെ ഗർഭിണികൾ ഈ വീഡിയോ കാണരുത്. ഇതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടേക്കുക. ഞാനപ്പോൾ എൻ്റെ കഥയിലോട്ട് ഡയറക്റ്റായിട്ട് പോവുകയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കഥയായിട്ടെടുക്കാം, വേണമെങ്കിൽ നിങ്ങളുടെ കഥയായിട്ടെടുക്കാം. ഇതിനകത്ത് 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്. കഥയായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം അല്ലേ? അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഒരു രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ്. ഒരു ഡൈനിങ് ഹാളിൽ നിന്നാണ് കേട്ടോ ഈ കഥ തുടങ്ങുന്നത്. അപ്പം 4 പേരിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ഭാര്യ, ഭർത്താവ്, പിന്നെ അവരുടെ അച്ഛനും അമ്മയും കൂടി ഇരുന്ന് കഴിക്കുവാണ്. ആ കഴിക്കുന്ന കൂട്ടത്തിൽ കറണ്ടില്ല അവിടെ. ആ ഡൈനിങ് ഹാളിൽ ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ആ ഡൈനിങ്ങിൻ്റെ പുറത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ആർത്തിയോടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ പെട്ടെന്ന് ഈ പ്രായമായ അച്ഛനും അമ്മയും പെട്ടെന്ന് ആഹാരം കഴിപ്പം അങ്ങ് നിർത്തിയിട്ട് എണിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് വേസ്റ്റ് എല്ലാം വാരിയിട്ട് കുറച്ചുകൂടെ ചോറിട്ട് അതുപോലെ കുറച്ചുകൂടെ ആ കറികളെല്ലാം കോരി ഒഴിച്ച് നന്നായിട്ട് കൂട്ടി ഇളക്കിയിട്ട് നേരെ അവർ ബാക്കിലോട്ട് പോയി, അടുക്കളയിലോട്ട് പോയി. അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിലോട്ട് പോയി. വർക്ക് ഏരിയയും കഴിഞ്ഞിട്ട് ഒരു ചായ്പുണ്ട്, ആ ചായ്പിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇരുട്ടത്ത് ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ നേരെ അപ്പോഴീ ഭാര്യയും ഭർത്താവും ഒരു നാർത്തിയോടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭാര്യ കേൾക്കുന്നുണ്ട്, ആ കുരുടാൻ എവിടെ എന്ന് ഒരു അകന്ന ശബ്ദത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ ചോദിക്കുന്നുണ്ട്. ഇന്നാന്നും പറഞ്ഞുകൊണ്ട് ഒഴിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരിയ്ക്കുന്ന ഡൈനിങ്ങിൻ്റെ നേരെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു 3 പാളിയുടെ ജനലയാണ്. ആ 3 പാളിയുടെ ജനല 3-4 പാളിയുടെ ജനലയാണ്, ഇപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അങ്ങ് ദൂരെ നിന്ന് ഒരു ചെറിയ വെളിച്ചം മെഴുകുതിരിയുടെ കാണുന്നുണ്ട് ഈ ഭാര്യ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, കുപ്പിച്ചില് പൊടിച്ചത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റാണോ അതൊരു പ്ലാസ്റ്റിക് ആണോ അതിനകത്തോട്ട് തട്ടിയിട്ട് അവർ ആ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ആ വീട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പോഴും ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കി, എന്താണോ അത് കുരുടാന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് അവർ പിന്നെ ആഹാരം കഴിച്ച് അത് നിർത്തി കൈയും കഴുകി അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയി. അതോടുകൂടി ആ കഥയിൽ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനിലോട്ട് പോരാം. എന്നും ഈ വീട് തുറക്കുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുക സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ടിൽ നിറച്ച് പട്ടികൾ കിടക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. പട്ടികൾ കിടന്നിട്ട് മഴക്കാലം, അതുകൊണ്ട് പട്ടികൾ വന്നിട്ട് ഇങ്ങനെ ചവിട്ടി തൂത്ത് ഇങ്ങനെ അതിൻ്റെ കാൽപ്പാടുകളെല്ലാം കാണും. അപ്പോൾ രാവിലെ നമ്മൾ ഡോർ തുറക്കുന്ന ആരാണോ അവരെ ഓടിച്ച് വിട്ടിട്ട് ഈ പട്ടികളെ അങ്ങ് ഓടിച്ചു വിടും. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കലാണ് പതിവ്. അന്ന് അങ്ങനെ കഴുകി വൃത്തിയാക്കാൻ നിന്നപ്പോൾ അവിടെ പട്ടികളെ ഒന്നും കണ്ടില്ല. പക്ഷേ ഈ ഇന്നലെ എടുത്തു വെച്ചിരുന്ന ആഹാരം എല്ലാം കഴിച്ചതായിട്ട് അവിടെ കാണാം. അതിനുശേഷം അതങ്ങനെ തന്നെ വിട്ടു. ഓക്കെ ശരി പോട്ടെ, നമ്മളെ ഒന്നും കണ്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതങ്ങനെ വിട്ടു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ മുകളിൽ നിന്നിട്ട് ഫോൺ ചെയ്യുക. 2 നില കെട്ടിടം വീടാണ്. അപ്പം മുകളിൽ നിന്നിട്ട് ആരെയോ ഫോൺ ചെയ്തെന്ന കൂട്ടത്തിൽ ഇങ്ങനെ നോക്കി വരുമ്പോൾ താഴെ കൂടെ ഒരു പട്ടി ഓടി പോകുന്നുണ്ട്. ഇനിയാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാവുന്ന, ആഹാരം കഴിക്കുന്നവർ ദയവായിട്ട് ഇവിടുന്ന് എണിച്ച് പോകേണ്ടതാണ്. അപ്പോൾ ഒരു പട്ടി അതിലെ വരുക. 2-3 ദിവസം കഴിഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് ഒരു പട്ടി ഇങ്ങനെ താഴത്തോടെ നടന്നിങ്ങനെ വരിക. ആ പട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള പട്ടിയാണ്. പ്രഗ്നൻ്റ് ആയിട്ട് വയറൊക്കെ നന്നായിട്ട് വീർത്തിട്ടുണ്ട് പട്ടിയുടെ. അതിൻ്റെ ദേഹവും ചെവിടും കഴുത്തു നിന്നൊക്കെ ചോര വരുന്നുണ്ട്. നിറച്ച് ചോരയും ചെളിയും അഴുക്കൊക്കെ ആയിട്ട് വല്ലാത്ത രീതിയിൽ മരണവെപ്രാളത്തിൽ ഇങ്ങനെ ഓടുന്നു ആ ഒരു വഴിക്കൂടെ. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ പെട്ടെന്ന്, അവളും 5 ആഴ്ച പ്രഗ്നൻ്റാണ്, ഫോൺ ഇട്ട് എറിഞ്ഞിട്ട് ഓടി ബാത്റൂമിലോട്ട് പോയി. എങ്ങനെയാണ് ഛർദ്ദിച്ചതെന്ന് അവൾക്ക് പോലും അറിയില്ല. ആ വയറിൻ്റെ ഇവിടെ തൊട്ട് തൊണ്ട വരെ കത്തിപ്പോയ രീതിയിൽ അങ്ങ് ഛർദ്ദിച്ച് കളഞ്ഞു കേട്ടോ. പിന്നീട് ഒരിക്കലും ആ ഒരു സീൻ മറക്കാൻ പോലും പറ്റിയില്ല അവൾക്ക്. അത് കഴിഞ്ഞ് പലപ്പോഴും ആഹാരത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഈ ഒരു ആഹാരം കൊടുത്തതായിട്ടും ആ ഒരു സീൻ പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്നൊരു ഭാര്യ. അങ്ങനെ ഒരു വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും നിൽക്കാൻ തയ്യാറാവോ? അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് ഒരു അവൾ അറിയുവാണ്, അവളുടെ ഭർത്താവ് ഇതുപോലെ പോയി പറയുവാണ്, അമ്മയുടെ അടുത്ത് പറയുവാണ് ഭാര്യ ഗർഭിണിയാണ് എന്ന് പറഞ്ഞൊരു സന്തോഷ വാർത്ത കഴിയുമ്പോൾ അതിന് അതിൻ്റെ ഒരു കുറവുള്ളൂ. അങ്ങനെയും കൂടി പറയുന്ന ഒരു അമ്മയും കൂടി ആ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ആ പട്ടിയുടെ അവസ്ഥയോട് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഇരിക്കാൻ തോന്നുക? ഞാൻ പല കമൻസും കണ്ടു ഇതിനകത്ത്. കുറേ കമൻസ് ഞാൻ വായിക്കാറുണ്ട്, നിങ്ങൾ എഴുതുന്ന എല്ലാ കമൻസും. ഇതൊക്കെ ഒരു ഒറിജിനൽ ലൈഫിൽ നടന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ നിങ്ങൾ
എണീച്ച് ഓടിപ്പോവാൻ നോക്കുമോ? പിന്നെയും ഇല്ല എനിക്കിതൊന്നും വരത്തില്ല, ഹാപ്പി എന്ന് പറഞ്ഞിട്ട് അവിടെ കഴിയാൻ നോക്കുമോ? അതിനുശേഷം ആ പട്ടി മരിച്ചുപോയി, അതിനുശേഷം ആ പട്ടി മരിച്ചു, ഇനി ഒരിക്കലും ശല്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞ ആനന്ദത്തോടെ ഇരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എങ്ങനെയാ കൂടെ ജീവിക്കാൻ പറ്റുക? ഒരു പട്ടിയാണെങ്കിൽ അതൊരു ജീവനല്ലേ? എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. ഒരു വേലി കെട്ടിയാൽ പോലും മതി, ആ പട്ടി പിന്നെ വരത്തില്ല അവിടെ. പക്ഷെ ഒരു ജീവനല്ലേ, അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ അവിടെ വീട്ടിൽ ജീവിക്കാൻ പറ്റുക? ഇങ്ങനെ ആ ഭാര്യയും ഭർത്താവും അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു പ്ലാനിങ് നടന്ന കാര്യം. ഒരു വീട്ടിലൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ ഉള്ളവർ അറിയണമല്ലോ, ഇതുപോലെ പട്ടീനെ കൊല്ലാൻ പോവുകയാണെന്നോ അതല്ലെങ്കിൽ വിഷം വെക്കാൻ പോവുകയാണെന്നോ, അതെല്ലാം അവിടെ ഉള്ളവർ അറിയണ്ടേ? അപ്പം നമുക്ക് എന്തെങ്കിലും വരാൻ നേരത്തെ ഇവർ നമ്മളെ അറിയിക്കുമോ? നമുക്കറിയാൻ പറ്റുമോ ആ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ട്, ഇത് പ്ലാൻ ചെയ്യാൻ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ സേഫ്റ്റി എന്തോരം ഉണ്ട് അവിടെ, എന്തോരം സെക്യൂർ ആണ് അവിടെ? നമ്മളൊരു തടസ്സമായിട്ട് അവർ നോക്കിക്കാണുന്നു. അങ്ങനെയുള്ളിടത്ത് നമ്മൾ എങ്ങനെ ജീവിക്കാൻ പറ്റുക? കുറേ കമൻസ് ഞാൻ കണ്ട്, അങ്ങനെ എന്തിനാ നാണം കെടുത്തണേ, ഇങ്ങനെ എന്തിനാ നാണം കെടുത്തണേ. ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ഒരു ക്രൈം ചെയ്തിട്ട് ആൾക്കാരെ കണ്ടിട്ടില്ലേ? ക്രൈം ചെയ്ത് പത്രത്തിൽ വരുന്ന കണ്ടിട്ടില്ലേ? എത്രയോ ക്രൈമുകൾ നടക്കുന്നു ഇവിടെ, ഈ ലോകത്ത് എത്രയോ ക്രൈമുകൾ നടക്കുന്നു. ആൾക്കാർ വിചാരിക്കുന്ന പിടിക്കപ്പെടത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രൈമുകളാ. മനസ്സിലായോ? ഒരു ജീവിയിൽ ചിലപ്പോൾ പരീക്ഷിക്കുന്നതായിരിക്കാം ആദ്യം തന്നെ ക്രൈം, പിന്നീടാണ് ആരാണോ അവരുടെ അവരിലിട്ട് അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടെ? എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിട്ട് ഓടിയത്. ഞാനൊരു എന്താ പറയുക, ഞാൻ രക്ഷപ്പെട്ടതാണോ ഇപ്പോൾ തെറ്റായി പോയത്? ഞാൻ അവിടെ കിടന്ന് ചത്തു പോകണമായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പത്രത്തിലിരുന്ന് വായിക്കണമായിരുന്നു, എന്നിട്ട് കഷ്ടമായോ എന്ത് പറ്റിയതാണ് എന്നറിയാൻ പറ്റാണ്ടിരിക്കണമായിരുന്നു. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാ. ഞാൻ ഇതെല്ലാം മെസ്സേജുകൾ പുറത്തോട്ട് പാസ് ചെയ്യുന്ന കാരണം എന്താണെന്നറിയോ? എന്നെ പോലെ ഒരുപാട് കരുതലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് മാത്രം വരണമെന്ന് വിചാരിച്ചിട്ട് അല്ല, അവരെ ഒന്ന് തെറ്റിദ്ധരിക്കേണ്ട, അവരെന്ത് ചെയ്താലും സാരമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കഴിയുന്ന ഒത്തിരി പെമ്പിളേരുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ്സ് ഞാൻ അതും വായിക്കാറുണ്ട്. ഞാൻ 42 വർഷമായിട്ട് സഹിക്കുക, 25 വർഷമായിട്ട് സഹിക്കുക, എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കമൻറ്റുകൾ വരാറുണ്ട്. ഞാൻ ഒറ്റയടിക്ക് വന്ന് ഇവിടെ നിന്ന് അങ്ങ് പ്രസംഗിക്കുമല്ല. 7 വർഷം സഫർ ചെയ്തതിന് ശേഷമാണ് ഞാനത് പുറം ലോകത്തോട് തന്നെ പറയുന്നത്. ഞാൻ അത് ആരോടും പറയാറില്ല. കാരണം എനിക്ക് നാണക്കേടൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഒന്നും വിചാരിച്ചിട്ടല്ല. ഞാൻ വിചാരിക്കും എന്തിനാണ് ഇതിനൊക്കെ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയാത്തത്. അല്ലാണ്ട് എനിക്കിതിനകത്തൊന്നും കിട്ടത്തില്ല. ഞാൻ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ആരെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടും പക്വതയല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഓടി വരിക. അതൊരിക്കലും നിങ്ങൾക്ക് ഇപ്പം ശരിയാക്കാം, നാളെ ശരിയാവും, അല്ലെങ്കിൽ മറ്റന്നാൾ ശരിയാവും, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ശരിയാവും, 1 വർഷം ശരിയാവും. നോ, ആദ്യമേ ശരിയാവാത്ത ഒരു റിലേഷൻഷിപ്പ് പിന്നീട് ഒരിക്കലും ശരിയാവത്തില്ല. അത് നിങ്ങൾ ആദ്യം അംഗീകരിക്കുക, എന്നിട്ട് സ്വന്തം ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുക. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അങ്ങനെ രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. ദയവായിട്ട് നിങ്ങളും രക്ഷപ്പെടാൻ നോക്കുക. ഒരിക്കലും അതൊന്നും റെഡി ആവാൻ പോകുന്നില്ല. ടോക്സിക് ആയിട്ടുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപരിചിതമായിട്ടുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഒട്ടും സേഫ് അല്ല എന്നുള്ള സ്ഥലം, അവിടെ നിന്ന് രക്ഷപ്പെടുക. തനിച്ച് ജീവിക്കാമല്ലോ. കൂലിപ്പണി എടുത്താലും 800 രൂപയൊക്കെ കിട്ടും, വീട്ടു ജോലി എടുത്താലും കിട്ടും. നമുക്കൊരു കൊച്ചു വാടക വീട് എടുത്തിട്ട് അതിനകത്തോട്ട് മാറി താമസിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. മനസ്സിലായി? ഇങ്ങനെയുള്ളവരടുത്ത് ദയവായിട്ട് നിൽക്കരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദയവായിട്ട് ആ ഒരു മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ആദ്യം കുറച്ച് കാണും, അവസാനം കുറച്ച് കാണും, ഇടയ്ക്കുന്ന് കുറച്ച് കാണും, എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വരരുത്. ഒരാളും ഒരു കല്യാണം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടി ഓടിച്ചെന്നിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് രക്ഷപ്പെടണം, അങ്ങനെ അല്ലായിരിക്കും. അവർ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട്. അവരൊരുപാട് ശ്രമിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ, നേരിട്ട് ഇരിക്കുന്നുണ്ടാവും ഇതെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ. പക്ഷെ ഇതൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വന്നിരുന്ന് പറയേണ്ടി വരുന്നത്. ഞാൻ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ പറയുന്നത്. നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈഫല്ല നിങ്ങൾക്കെങ്കിൽ ദയവായിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് കാണാം. കുറേ പേര് കുരുങ്ങി കിടക്കുന്നുണ്ട്, അവരൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് മാത്രം പറയുവാണ്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കിനി ഇനിയും കൂടി നിനക്ക് അങ്ങോട്ട് സഹിച്ചുകൂടായിരുന്നോ, നിനക്ക് കുറച്ചുകൂടി സഫർ ചെയ്തൂടെ, അങ്ങനെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒറ്റൊരു കാര്യം ചെയ്യാനുള്ളൂ. ഓപ്പൺ ചലഞ്ചാണ്, ഓപ്പൺ ചലഞ്ച്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് 1 മാസം നിൽക്കാൻ പറ്റൂ? നിങ്ങൾക്ക് ആ വീട്ടിൽ പോയിട്ട് ഇത്രയും ക്രൂവലായിട്ട് ഒരാൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അവിടെ ഒരു വോയിസ് ഉണ്ടാവത്തില്ല, ഒരു വോയിസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അവരെ എതിർത്തോ അല്ലെങ്കിൽ അവരെ നന്നാക്കി എടുക്കാനോ കഴിയത്തില്ല. നിങ്ങൾ അവിടെ നിന്ന് ഞാനിപ്പോൾ ഓപ്പണായിട്ട് ഇവിടെ നിന്ന് ചലഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ 1 മാസം തികച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ പൈസ ഞാൻ തരാം, പറയണ കാശ്. ഇത് ഓപ്പൺ ആയിട്ടുള്ള ചലഞ്ചാണ്, മനസ്സിലായോ? എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ആ വീട് സ്ഥലം കിടക്കണം, വേണേൽ എഴുതി തരാം ഞാൻ. കാരണം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയും പിടിച്ച് നിന്നേനെ അവിടെ. പക്ഷെ പറ്റത്തില്ല. എൻ്റെ വീട്ടുകാർ പോലും, ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, അവിടെ പിടിച്ച് നിൽക്കും മക്കളെ, പിടിച്ച് നിൽക്ക്, സാരമില്ല, പോട്ടെ. എന്തിന്? നമുക്കൊരു ലൈഫുള്ളൂ, മറ്റുള്ളവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കളിക്കാനുള്ളതല്ല ലൈഫ്. പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതാ,
കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ എവിടെയാണോ സ്വസ്ഥത കിട്ടുന്നത് അവിടെ നിൽക്കുക കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കമൻറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ വിഷയം വിട്ടതാണ്. ഞാൻ ഈ വിഷയം വിട്ടിട്ട് ഞാൻ എൻ്റേതായ ലൈഫ് സ്റ്റൈലിലോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. എനിക്കല്ലെങ്കിൽ ഈ ടോക്സിക് ആയിട്ടുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ഇത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കാറുണ്ട്, എന്നെ ശരിക്കും എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിതൊക്കെ മറന്നിട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചാൽ, പറയണ്ടെന്ന് വിചാരിച്ചാൽ മാത്രമല്ല 4-1 മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അവിടെ അനുഭവിച്ച 4-1 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴും എന്നെക്കുറിച്ച് അറിയത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ബാക്കി എനിക്ക് പറയാനുണ്ട്. പറയാൻ കുറേ ആൾക്കാരൊക്കെ അയ്യോ പറയല്ലേ എന്ന് പറയുന്നതുകൊണ്ട് ആ പറയാത്തത്. മനസ്സിലായോ? അങ്ങനെ ഒരു ഫോഴ്സ് എൻ്റെ പേരിലുണ്ട്. അതുകൊണ്ടാണ് പറയാത്തത്. എനിക്ക് ഒരു മടിയുമില്ല പറയാൻ. ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. ഞാൻ എന്തിനാണ് മടിക്കുന്നേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായിട്ട് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ള അവസാനമായിട്ട് പറയുക, കൈ എടുത്ത് കുമ്പിട്ടിട്ട് പറയുക, എൻ്റെ പൊന്നു മക്കളെ, പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ചെറിയ പ്രായത്തിലല്ലേ വിവാഹം കഴിച്ച് പോയിട്ടുള്ള പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ അവരുടെ അടുത്ത് പോയി പറയുമോ, അല്ലെങ്കിൽ ഒന്നും എക്സ്പ്രസ് ചെയ്യേണ്ട, എതിർപ്പായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട. എങ്ങനെയാലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ നോക്കുക. പോയിട്ട് എവിടെയെങ്കിലും ഒരു ഷെൽട്ടറിൽ നിൽക്കുക. എന്നിട്ട് കൂലിപ്പണി എടുത്തിട്ടായാലും 1000 രൂപയിലും വെച്ച് കിട്ടും. മാസമായാലും 1000 രൂപയിൽ കിട്ടുമല്ലോ. ആഹാരം കഴിച്ച് വല്ലതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. ഉയരുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സിറ്റുവേഷൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ എന്താ ചെയ്യുക, കുറേ കമൻസുകൾ എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണോ അതോ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുവാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക് യു.